എല്ലാവർക്കും ടോക്ക് ബൈ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി തരുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്നാണ് കേരള പിറവി ദിനം? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: നവംബർ 1. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: കേരളം രൂപീകരിച്ചത് എന്ന്? ഉത്തരം 1956. 1956 കേരളം രൂപീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആലപ്പുഴ. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: കേരളത്തിൽ എത്ര നദികളുണ്ട്? ഉത്തരം 44. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 44. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: 44 നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏവ? നദികൾ 3 എണ്ണമാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നാണ് ആ നദികളുടെ പേര്. ശ്രദ്ധിക്കുക. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: ഡോക്ടർ സാലിം അലിയുടെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാടാണ് ഡോക്ടർ സാലിം അലിയുടെ പക്ഷി സങ്കേതം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തട്ടേക്കാട്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു: 2025 അപ്ഡേഷനിൽ വന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? അതിൻ്റെ ഉത്തരം ഇടുക്കിയാണ്. ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും കേരളപ്പിറവി ക്വിസിൽ ഫസ്റ്റ് നേടി വരിക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.